Hi guys, so welcome back to my YouTube channel. എനിക്കറിയാം ഞാൻ കുറേ കാലമായി ഒരു ലോങ് വ്ളോഗ് ഇട്ടിട്ടെന്ന്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വ്ളോഗ് ഞാൻ ഇട്ട കാക്ക കരയുണ്ട്. ഡു യു ഹിയർ ദാറ്റ്? കഴിഞ്ഞ വ്ളോഗ് ഞാൻ ഇട്ടത് ഞാൻ കൂർഗിൽ പോയപ്പോഴായിരുന്നു. എൻ്റെ ലോങ് വ്ളോഗ് എന്താ അപ്പോൾ അത് സൂല് നിൽക്കണ മാതിരിയുണ്ട്. കഴിഞ്ഞ വ്ളോഗുകളിൽ ഞാൻ ഒരു വ്ളോഗ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുറന്നതിൻ്റെ വ്ളോഗായിരുന്നു. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആനിവേഴ്സറി ഇന്ന്, അതായത് ഇന്നല്ല, ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് ഷോർട്സ് കുറേ ഇടുന്നതുകൊണ്ട് ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റൊക്കെ നേരത്തെ എന്താണെന്നുള്ളത് ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അങ്ങനെ പറഞ്ഞില്ല, ജയലക്ഷ്മിയിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടുന്നൊരു ഔട്ട്ഫിറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. ഞാനത് എവിടെയെങ്കിലും ക്യാമറ അങ്ങ് പാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു 360 ഡിഗ്രി കാണിച്ചു തരാം, നോക്കട്ടെ. അയ്യോ അല്ലേ, ആംഗിളൊക്കെ കുറച്ച് ബോറാണ്. പിന്നെ ഡ്രസ്സ് നമുക്ക് ഷേപ്പ് ചെയ്യാൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, പക്ഷെ നമുക്കത് ഷേപ്പ് ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു സങ്കടം നല്ല രീതിക്കുണ്ട്. ബാക്കി ഇന്നത്തെ വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. കൂട്ടാൻ വേണ്ടിയിട്ട് ആൾ വരുന്നേ ഉള്ളൂ. കാരണം അച്ഛൻ സ്കൂട്ടർ വെച്ചിട്ട് പോയി. സ്കൂട്ടർ തിരിച്ചു കിട്ടണം. അപ്പോൾ എൻ്റെ കസിൻ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് വേണ്ടി വെയിറ്റ് ചെയ്യുക. No, keep on munching. ഇങ്ങനെ നോക്ക്. കവിത മഹേഷ് എന്ത് തോന്നുന്നു? സന്തോഷം അല്ലേ? നമ്മുടെ 1 year ആണ്. എന്താ തോന്നുന്നു? ഭയങ്കര സന്തോഷം. അച്ഛാ ചന്ദ്രശേഖരൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുക. ലിഫ്റ്റിലാണ്. മറ്റേ സിനിമയിലൊക്കെ മറ്റേ ക്യാമറ മനസ്സിലായത് പോലെ നിൽക്കാൻ അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ പ്രകാശനാന്ന് തോന്നുന്നു സിനിമ.
ഡാൻസിൻ്റെ ഇടയിൽ ഒരു കൗതുക കാഴ്ച ഞാൻ കണ്ടു കേട്ടോ. പഠിപ്പിച്ചാൽ ബാക്കിൽ നിന്ന് കളിക്കുക താളം തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ആ താളത്തിലാണ് കുട്ടികൾ കളിക്കുന്നത്. എന്താ അല്ലേ? അങ്ങനെ അടുത്ത ഐറ്റമാണ് ആണുങ്ങളുടെ ഒപ്പന. ഇവരൊക്കെ ആദ്യമായിട്ടാട്ടോ സ്റ്റേജിൽ ഇങ്ങനെ കളിക്കുന്നത്. ചേച്ചി കുട്ടഞ്ഞേട്ട ഫോട്ടോ വല്ലതും ഉണ്ടോ? അല്ല കല്യാണത്തിന്റെ വല്ല ഫോട്ടോ? അല്ല നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും എടുത്ത ഫോട്ടോ? ചേച്ചി വേറെ മൂടില്ല. ഈ ഒരു ഐറ്റം സർപ്രൈസ് ആയിരുന്നു. അച്ഛനും അമ്മയൊക്കെ സ്കിറ്റ് കളിച്ച സംഭവം. ഏകദേശം ഒരാഴ്ച പ്രാക്ടീസ് എടുത്തിട്ടാണ് ഇത് ചെയ്തത്. എൻ്റെ അച്ഛനും അമ്മ ഇങ്ങനെയൊക്കെ കളിക്കുന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. സാധനം അടിപൊളിയായിരുന്നു. അങ്ങനെ സ്കിറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ നിറക്കെടുപ്പ് പരിപാടി ഉണ്ടായിരുന്നു. ഇതാണ് ഉഷാൻഡി. ഉഷാൻഡിക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് 3 ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, TV ഉൾപ്പെടെ. പിന്നെ പാട്ടായി ഡാൻസായി അടിച്ചു പൊളിച്ചു ഞങ്ങൾ. എന്ത് ചെയ്യാൻ പോവാ? മാജിക് ട്രിക്ക് എന്ത് ചെയ്യാൻ പോവാ? ആളെ കാണുന്നില്ല ഗൈസ്. എവിടെ ഗൈസ്? ആരും കണ്ടിട്ടില്ല. അങ്ങനെ പരിപാടി സക്സസ്ഫുള്ളി കഴിഞ്ഞു. നമ്മൾ കാണുന്നത് എൻ്റെ അച്ഛൻ്റെ ഔട്ട്ഫിറ്റ് ആണ്. മരവാഴ ഒന്ന് മാറി നിൽക്കുമോ? അച്ഛൻ്റെ ഔട്ട്ഫിറ്റ് വേർത്ത് പറയൂ. ഇതിനെത്രയാണ്? പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വില അങ്ങ് പോയി പോകും. ഇങ്ങനെ പറയണോ? ഇത് ഞാൻ മീറ്ററിന് 80 രൂപയായിട്ട് വാങ്ങിച്ചതാണ്. 3 മീറ്ററാണ് വാങ്ങിച്ചത്. അപ്പോൾ 240. ഈ മുണ്ടിന് എനിക്ക് 80 രൂപ. 240 പ്ലസ് 80 ആകുമ്പോൾ 320. ഇത് ഗൈസ് അച്ഛൻ ഒറ്റയ്ക്ക് തയ്ച്ചതാട്ടോ. ഇത് ഞാൻ തന്നെ തയ്ച്ചതാണ്. ഞാൻ തയ്ച്ചത് കൊണ്ട് എനിക്ക് തയ്യൽക്കൂലിയും വന്നില്ല. പിന്നെ എനിക്ക് ഞാൻ ഈ മുണ്ട് മാത്രം വാങ്ങിച്ചിട്ട് അതിൻ്റെ കറിയും ഞാൻ ഇതിൻ്റെ പീസ് എടുത്തു. മേലൊന്ന് കയറി നോക്കൂ. അപ്പം ടോട്ടല് ഇതിന് 300 രൂപയാണ്. ചിലപ്പോൾ 300 രൂപക്ക് അച്ഛൻ ഉണ്ടാക്കിയ ഔട്ട്ഫിറ്റ് നിങ്ങൾ കാണണം. വാവ്, ഏതാ? 300 രൂപക്കാണ് ഈ മൊത്തം. ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാ, എന്റെ പൊന്നമ്മ ഞാൻ ഒന്ന് എടുത്തോട്ടെ. അപ്പോൾ അച്ഛൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ വേർത്ത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 200 രൂപ തുണിക്ക്, 80 രൂപ മുണ്ടിന്. തയ്യക്കൂലി ഇല്ല, കാരണം അച്ഛൻ തയ്ച്ചതാ. ഏതാ ലുക്കായിട്ടില്ലേ? പിന്നെ ഹസ്കിക്ക് പകരം വേറൊരു പട്ടി. അപ്പോൾ സമയം 8 മണിയായി. പരിപാടി വാസ് വെരി സക്സസ്ഫുൾ. അടിപൊളി പരിപാടിയായിരുന്നു. ഞങ്ങളിതിൽ 5ൻ്റെ പണീൻ്റെ പൈസ എടുത്തിട്ടില്ല. പക്ഷേ എന്നാലും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പണി ആയതുകൊണ്ട് ഇറ്റ് വാസ് വെരി നൈസ്. ഇപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുകയാണ്. എൻ്റെ സ്കൂട്ടറും ഞാനും അച്ഛനും അമ്മയും കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് ലേറ്റായിട്ട് വരുന്നതുകൊണ്ട്, പറഞ്ഞല്ലോ പണിയൊന്നും എടുക്കാറില്ല, ലേറ്റായിട്ട് വന്നതുകൊണ്ട് ഞങ്ങൾ സ്കൂട്ടർ എടുത്തിട്ടാണ് വന്നത്. കാർ ഇവിടെ ഉണ്ട്. ഇനിയിപ്പുള്ള പരിപാടി, വീട്ടിൽ അടുപ്പ് കാഞ്ഞിട്ടില്ല, ബിക്കോസ് അച്ഛനമ്മയും പണിയിലാണ്. കത്തിച്ചിട്ടില്ല, കാഞ്ഞിട്ടില്ല, എല്ലാം കറക്റ്റ് തന്നെ. അപ്പോൾ ഫുഡ് കഴിക്കണം. ഇനി ഫുഡ് വാങ്ങിച്ചിട്ട് വരാമെന്നോ അതോ പോയി കഴിക്കുകയാണോ എന്നാൽ എനിക്കറിയില്ല.
എനിക്കറിയാം ഞാൻ കുറേ കാലമായി ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് എനിക്ക് വലിയ അന്തവും കുന്തവും ഇല്ലാണ്ടിരിക്കുകയാണ്. എവിടെ ഫിലിം വേണം എവിടെ ഫിലിം വേണ്ട. കാരണം വോയിസ് ഓവർ കൊടുത്തിട്ടായിരിക്കും മിക്കവാറും ഇത് ചെയ്യേണ്ട വരെ എനിക്ക്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള പാട്ടും സാധനങ്ങളൊക്കെ മിക്കവാറും ഞാൻ ഹൈ പിച്ച് എടുത്തിടും കോപ്പിറൈറ്റ് കിട്ടാണ്ടിരിക്കാൻ. അങ്ങനെ കുറേ പോരായ്മകൾ ഈ ഒരു വ്ളോഗിനുണ്ടാവും എന്നെനിക്കറിയാം. പക്ഷേ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്, ഇതാണ് ഇവളുടെ ഔട്ട്ഫിറ്റ്. ഞങ്ങളുടെ ഔട്ട്ഫിറ്റിന് കുറേ കോംപ്ലിമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. മൈ ഔട്ട്ഫിറ്റ് ഇസ് ബെറ്റർ ദാൻ ഹേഴ്സ്. മൈൻ ഇസ് മോർ ചീപ്പർ. ചീപ്പായിട്ടുള്ള ആൾക്കാർക്ക് ചീപ്പായിട്ടുള്ള ഡ്രസ്സ് മാത്രമേ ഇടുള്ളൂ. ഇത് ഞാൻ ജയലക്ഷ്മി വാങ്ങിച്ചതാണ്. ദിസ് ഇസ് ഫ്രം ജയലക്ഷ്മി, ദിസ് ഇസ് ഫ്രം മിന്ത്ര. അടിപൊളി. ലിങ്ക് വേണ്ടുന്നവർ, ഇവളുടെ ലിങ്ക് വേണ്ടുന്നവർ ചോദിക്കുക. ഇതിന് ലിങ്ക് ഇല്ല. ലിങ്കോ? നിന്റെ ലിങ്ക് അല്ല, ഡ്രസ്സിന്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിക്കുക, ഇതിന്റെ ഇല്ല. അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി വീടെത്തി. ഞാനും അവയും മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം. അപ്പോൾ ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷ് ആയിട്ട് അച്ഛനും അമ്മയും പുറത്താണ്. അപ്പോൾ അവർ വിളിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങണം. അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓക്കെ ബൈ. അങ്ങനെ കുളിച്ചു, ഫുഡ് കഴിക്കാൻ പോവാണ്. കഴിക്കുന്ന എന്തെങ്കിലും ക്ലിപ്പ് കാണിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്നാണ്. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല, കണ്ണെഴുതിയിട്ടില്ല, കൺമശ എഴുതിയുകൊണ്ട് കണ്ണിൻ്റെ താഴെയൊക്കെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. അങ്ങനെ പരിപാടി കഴിഞ്ഞു. അതിന് ചിലപ്പോൾ ഫുഡിനെ കാണിക്കുന്നുണ്ടെങ്കിൽ കാണിക്കും, ഇല്ലെങ്കിൽ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. വ്ളോഗ് അത്ര നല്ല രസമൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇഷ്ടമായില്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയൂ എന്താണ് ഇതിനുള്ള പ്രശ്നം എന്നുള്ളത്. ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ബെറ്റർ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.